ഹലോ, സുറുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ട് ചാള കൊണ്ടൊരു കറി തയ്യാറാക്കുകയാണ്. അതിനായി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടു, ആവശ്യത്തിന് വേപ്പില ഇട്ടു. ഇനി ഒരു സബോളയാണ് ഞാൻ ഇതിനായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സബോള ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ തക്കാളി ഇതിലേക്ക്, ഒരു തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്, 4 പച്ചമുളകും. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. ഇനി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചട്ടിയിലേക്കൊന്ന് മാറ്റണം, മൺചട്ടിയിലേക്ക്. ഇപ്പോൾ നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു തേങ്ങയുടെ പാലാണ്, അതിന് ഞാൻ പകുതിയായി എടുക്കുന്നുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇത് 1/2 കിലോ ചാളയാണ്, അതുകൊണ്ട് 1/2 മുറി തേങ്ങയുടെ പാലേ ആവശ്യമുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ പച്ച കുടംപുളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. പുളിയൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ കറി നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചാള ഇട്ട് കൊടുക്കാം. ഇനി മീനൊന്ന് വെന്ത് വരണം. അങ്ങനെ നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് തൂമിച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മളിവിടെ 5-6 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനൊരു തരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തൂമിക്കുമ്പോൾ ഒരു തരി ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഒരു മണത്തിന് നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ വേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.